ഡപ്പയിട്ടുണ്ട്. അയ്യാ ചെന്തമഴിൻ തേങ്കുടങ്ങി പൂങ്കുൽ ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. സ്വത്താരെ കുടി കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ചായ വന്നാൽ പാപ്പ് കൊടുക്കുന്നതായിരിക്കും. അപ്പോഴേക്കും നമ്മൾ സ്വത്താരെ മുടി കെട്ടി പൗഡർ ഇട്ട് കുറിയിട്ട് ഞാൻ എന്റെ ഡാപ്പിലുള്ള ലോഡ് സാധനങ്ങളാ ഞാൻ കാലത്ത് വൃത്തിയാക്കി വെച്ചിട്ടാ. രാത്രി കളർ പെൻസിലിന്റെ എണ്ണം കുറയുന്നുണ്ട്. ആ കുഞ്ഞ പെൻസിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് പുറത്തേക്ക് എടുക്കണ്ടോ. ആരെടുത്തത്? നീ എക്സാമിനൊക്കെ എന്താ ചെയ്യാ? എത്ര ഉണ്ട് ഇവിടെ? ഒക്കെ ഒന്നാക്കി കൂറിട്ടെടുത്തേ. ചേട്ടാ കൂറിട്ടെടുത്തേ. അതുപോലെ ആവി പറക്കണ പുട്ട് വന്നിട്ടുണ്ട്. മലയാളത്തിൽ പുട്ടും കടലയിൽ എന്ന് പറഞ്ഞ പോലത്തെ പുട്ട്. പുട്ടും കടലയിലത്തെ പുട്ട്. ഹായ് ഗുഡ് മോർണിംഗ്. പുട്ടും കടലയിലത്തെ പുട്ട് വന്നിട്ടുണ്ട്. മാറ്റിക്ക് പുട്ടും കടലയിലത്തെ പുട്ട്. ചൂടാക്കി കടലിട്ട് വളമായി ഇത് ഈ വള എവിടെ? 4 എണ്ണം ഉണ്ടാവും. 2 ഉണ്ട്. അച്ഛൻ പറയുന്നത് കേക്കണ്ട. വളയടിച്ചിരുന്നു പടക്കം മുട്ടിക്കിട്ടേ അന്ന് ചിമ്മിണി കൊണ്ടല്ലേ പടക്കം മുട്ടിക്കുക. പല്ലാഗ് പാപ്പ എന്താ ചെയ്തെന്ന് വെച്ചാലേ പടക്കം പൊട്ടിച്ചിട്ടേ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ പടക്കം എടുത്തിട്ട് കൂടെയുള്ള ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ചിമ്മിണി എടുത്തിട്ട് ഇറങ്ങി കാണിക്കേ. ആ തള്ളിയതാ എട്ടി തട്ടി ഔട്ടാ. ആ കാണിക്കണ തുറക്ക്. തന്നെ വെള്ളാനും വിലയില്ലാത്തിട്ടാ. ആ കാണിക്കേ. സുന്ദരമണി ഞാൻ പറഞ്ഞില്ലേ അർജന്റീന കപ്പ് എടുക്കുന്ന നോക്കി. അർജന്റീന സെമി ഫൈനലില് കഴിഞ്ഞ് ഫൈനലിലെത്തി. ആ കളിക്കുന്നെ വേമേ കഴിച്ചില്ലേ. കപ്പ് നാളെ ഞായറാഴ്ച പോകും ഫൈനല്. കഴിഞ്ഞ പ്രാവശ്യം ആ ചേപ്പ് കളി കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് ദേവട്ടീനെ വിളിച്ച് എണീപ്പിച്ചു. കഴിഞ്ഞ ഫൈനല് കഴിഞ്ഞിട്ട് 4 കൊല്ലായി ആശാനെ. 4 കൊല്ലം ഞാൻ വയസ്സനായി. ആണിച്ചേ വേമേ കഴിക്കണ കുറുമ്പ. ആ വെള്ളം കാട്ട്. ഒതുങ്ങിരിക്കണ കുറുമ്പാണിക്കേ. നീലമിഴി കണ്ണെഴുതുന്നൊരു ചാന്തഴക് കണ്ണഴക്. ആ പാട്ടൊക്കെ ഞങ്ങളിലുണ്ട്. നീലമിഴി കണ്ണെഴുതും. എന്നാണ് എല്ലാവരും വിശേഷം. ഞങ്ങൾ ഇങ്ങനെ ചിക്കൻ തിരക്ക് അടിച്ച ദിവസം ദേവട്ടെ ചീത്താക്കി ഇട്ടിട്ട് ഞാൻ ജോലിച്ചു പോവും. സ്വത്താര സ്കൂളിൽ പോകും. വെള്ളം കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളാക്കി തന്നല്ല. അങ്ങനെ തന്നെ ആർന്നു കറിയാ പറയുന്നില്ല. കറി ചോട്ടി പൊട്ടിച്ചിട്ടേ ഉണ്ണി വെറുതെ വലിച്ചിട്ട് ഞാൻ കഴിക്കില്ല.
ചിക്കൻ വറുത്തതാ ഉണ്ട്. ചിക്കൻ കാല് മതി. ചിക്കൻ കാല് ഇപ്പൊ കഴിക്കില്ല ഉണ്ണി, ഇവിടെ നശിപ്പിച്ചാൽ എന്താ കാര്യം? വന്നു കഴിഞ്ഞ ഉണ്ണിക്ക് വേറെ കച്ചവടം ചൂടിൽ വറുത്തരും. 4 കാലുണ്ട് ഇപ്രാവശ്യത്തെ കോഴിക്ക്. 4 കാലിലെ കോഴിയാണ് ഇപ്രാവശ്യം. അമ്മ 4 കാലില്ലേ? മൊത്തം 4 കാലില്ലേന്ന് അല്ല ചൊത്താരുടെ ചൊത്താരക്ക് അച്ഛമ്മ വന്ന ലൈവ് കൊടുത്തോളൂ. അത് വീട്ടിൽ കൊണ്ടുപോകണ്ട. അപ്പൊ കാല് കഴിക്കാൻ നിക്കണം നേരല്ലേ? കഴിച്ചോട്ടെ. എപ്പോഴാ കഴിക്കാന്ന് അറിയില്ല. ഇനിയിപ്പോ വൈകിട്ട് ആക്കി കൊടുത്താൽ ചിലപ്പോ കഴിച്ചതൊന്നുമില്ല. ശരി, അപ്പൊ അച്ഛൻ പോയി കഴിച്ചു. അച്ഛൻ്റെ എവിടെ എന്താ പറഞ്ഞ അതാണ് ഇവിടുത്തെ നിയമം. അതേപോലെ ചെയ്യാം. ഞാൻ ഒന്നും ഉണ്ടല്ലേ. നിങ്ങൾ രണ്ടാളും പറഞ്ഞ പോലെ നടന്നു കാര്യം കഴിഞ്ഞില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അധികാരം നിങ്ങളുടെ പറയണം. എന്താ ഇത് പിടിക്കേ, വെള്ളം കുടിക്കേ, കുറച്ച് ഇത് പിടിക്കേ, കുറച്ച് വെള്ളം കുടിക്കേ. പറയണനുസരിക്കും ഉണ്ണിയെ. ഉണ്ണിക്കകത്ത് ചിക്കൻ കാലൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നില്ലേ? എല്ലാ വീട്ടിലും അമ്മമാരെ അതൊക്കെ ചെയ്യാം. അതൊക്കെ അച്ഛൻ ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ദേവട്ടി ദിവസം എൻ്റെ ചീത്താക്കി ഞാൻ കേൾക്കാം. ദേവട്ടിനൊക്കെ ആരങ്ങനെ ഭക്ഷണം കൊടുക്കുക? ദേവട്ടിന് അമ്മയല്ലേ? എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ? ഞാൻ അച്ചായി എല്ലാം ചെയ്ത് ദേവട്ടി ചീത്താക്കി കേൾക്കണം ഞാൻ നടക്കണ കാര്യമാണ്. ഞാനൊരു പാവായ കാരണം എന്നെ അറിയാനോ. ഞാൻ പണ്ടിൻ്റെ പേര് കേട്ടോ ഈ 5 എല്ലാ കുട്ടികളും വേഗം ഒരു ഡിഷ് ചോറുന്നു. അങ്ങനെയായിരുന്നു ഞാൻ. അത് ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുന്നത് കേട്ടോ. കഴിക്കേ കത്തരേ നമ്മുടെ പ്ലാൻ പോലെ മതിട്ടാ. വേഗം കഴിക്കുണ്ണിയെ. നോക്ക് സമയം എന്താ പോലെ നേരായിട്ടെന്ന് കുറുമ്പച്ചാച്ചൻ വരുമ്പേക്ക് വേഗം കഴിക്കണ. കഴിക്കുണ്ണി ശരിക്കും ഒരു വില ഇല്ലാത്ത പോലെ കാണിക്കുന്നത്. ഞാൻ തരില്ല കേട്ടോ. ദേവട്ടിയോട് തരുന്ന കൊടുക്കൊണ്ടിരുന്ന ഭക്ഷണം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ 2 കഷ്ണം പുട്ടിട്ടുണ്ടെന്ന് ആന്ന് പറയാ. അമ്മ ഞാൻ കഴിട്ടു എന്ന് പറയും. ഇത് എന്ത് പറഞ്ഞാൽ കേൾക്കാത്ത പോലെ നിന്ന് എങ്ങനെ ഞങ്ങൾക്കറിയാം. വെള്ളം കൂടി കുടിക്കുണ്ണി എന്നാലും ശരിക്കും കയറുള്ളോ? പുട്ടാണിത്. നേരായിട്ടാ വണ്ടി വരാറായിട്ടാ. എന്നാലും ഈ നേരത്തെ ഉണ്ണി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ട മണിക്ക് 9 മണിക്കാണ് ഡ്യൂട്ടി. കഴിച്ചാ മതി വേഗം. വെള്ളം കുടിക്കണ ഒപ്പം എന്താ ഉണ്ണിയെ വീട്ടിൽ ചേട്ട കാര്യം നോക്കി ഉണ്ണി ലേറ്റ് ആവുന്നില്ല. ചേട്ടൻ അച്ഛനെ ഫുഡ് കൊടുത്തിട്ട് കൊടുത്തിട്ട് പോക്കോ. പഞ്ചസാര ഇടണ അന്ന് പഞ്ചസാര അവിടെ ഇല്ലേ? അത് മതിയില്ലേ? ഗ്ലാസ് മാത്രം വെച്ചാൽ മതിയാ? ഉണ്ടടാ ഈ എന്തോരം പഞ്ചസാര കൊണ്ടുപോയിട്ട് ഒക്കെ കളിക്ക് കുടിക്കുന്നു. അവന്ന് ശരിയില്ല. ഫ്രണ്ട്സിന് കൊടുക്കണം പറയുന്നുണ്ട്. പിന്നെ ആയിക്കോട്ടെ എല്ലാ കുട്ടികൾക്കും ഒരാൾ കൊണ്ടുപോകണമെങ്കിൽ കൊടുത്തോട്ടെ. അതിനിപ്പോ എന്താ അമ്മ തരുന്നില്ല. വർത്താനത്തിനും ഭക്ഷണം കഴിച്ചോട്ടെ. ഞാൻ ഇട്ടിട്ട് കൂട്ടാ. എല്ലാ ദിവസവും ഒരേപോലെ എന്റെ വർത്താനട്ടാ. ഞാൻ അങ്ങോട്ട് തമാശക്ക് നിൽക്കണ്ട വെച്ചിട്ട് ഒരു എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. വെള്ളം കുടിക്കേ. നിങ്ങൾക്ക് ഒരാൾക്ക് ജോലിക്ക് പോകണം, ഒരാൾക്ക് ജോലിക്ക് ചെന്നു ഞാൻ നേരത്തെ ഇറങ്ങണം. അതൊന്നും കണക്കില്ല. എന്നിട്ട് ഞാൻ നേരെ വേട്ട വരുന്നുള്ളൂ. എനിക്ക് നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഓർത്തിന് ദേഷ്യം പിടിപ്പിക്കണ്ട. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോ. കുറുമ്പുട്ടിയായിരിക്കണം. ശരിക്ക് കഴിക്കുന്ന ഒരു വില ഇല്ലാത്ത പോലെ കഴിക്കുന്നത് നല്ല അടി കിട്ടുന്നുണ്ടെന്ന്. നാളോട്ടി തന്നെ കഴിച്ചിട്ട് പോക്കോട്ടാ. വെള്ളം കുടിക്കപ്പോ ഒന്നും പറയില്ല. രണ്ടാൾക്കും തമാശ. ശരിക്ക് കുടിക്കുണ്ണി വെള്ളം. നല്ല വികൃതിയായിരുന്നു. ഒരു പുട്ട് ഇത്ര നേരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. മാറിത്തര ആളുണ്ട് വെച്ചിട്ട് കഴിക്കും ശരിക്കും. ദേവട്ടിയൊക്കെ ഡേസ് മാറാൻ പോയി. അച്ഛൻ വന്ന് നേരെ വിളക്കുമ്പോൾ ദേവട്ടിക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ആയിട്ടില്ല. കുട്ടികളെല്ലാം കഴിഞ്ഞു. എനിക്കറിയില്ല. നിങ്ങളെല്ലാം പറഞ്ഞു, നിങ്ങളെന്നെ ചെയ്യിച്ചു.
പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കുറി കഴിച്ചു. എനിക്കറിയില്ലെന്ന് നിങ്ങൾ അങ്ങോട്ട് വർത്താനം പറയാൻ പറ്റുമ്പോൾ തമ്മിൽ പറഞ്ഞു പിന്നെ ഇടയിൽ നിർത്തണ്ട. മതിയാ? ആ, കാണിക്ക്. അതും കൂടി കഴിച്ചോളൂ ചേട്ടാ, അത് കഴിയട്ടെ വായത്തെ. ഓ ആ കഴിച്ചോ. അങ്ങനെ ഇറങ്ങണ്ടാവില്ലേ? പുട്ടാണ്. ഞാൻ 100 വട്ടം പറയേണ്ട വെള്ളം കുടിക്കാൻ ചുണ്ടിൽ മുട്ടിച്ചിട്ട് വെള്ളം തിരിച്ചെടുക്കുക. ഞാൻ എന്ത് ചെയ്യാ? മാത്രം കാണുന്നുള്ളൂ. കാലത്ത് നേരത്തെ എഞ്ചാൽ മതി. അതിന് 2 കുട്ടീസ് കെട്ടി പിടിച്ച് ഏശിയിട്ട് കിടന്നു തുടങ്ങിയില്ലേ? എന്നെങ്ങനെ നേരത്തെ എണീക്കാറേ ഞക്ക് ചെയ്തിട്ട് ചെയ്തൊക്കെ ഞാൻ ചത്താറിനെ വിളിക്കാണ്ട് മിണ്ടാണ്ട് വേഗം എഞ്ചോടി ബോധം വന്നപ്പോൾ ഞാൻ ഒറ്റോട്ടോടി ചത്താറിനെ വിളിക്കാണ്ട്. ഇല്ലെങ്കിൽ എവിടെ നീ ഇവിടെ ചീത്ത മതി. ചൊത്താനിക്ക് കുഴപ്പമില്ലേ? വെള്ളം കൂടി കുടിക്കണ കുറുമ്പാ. ആ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ കുട്ടീനെ ചീത്ത അറിയാവുന്നല്ലേ നേട്ടി പറഞ്ഞു. അതൊന്നും ഞാനേ അറ്റായിക്കറിയാം. അതന്നെ കുടിച്ച് കിടത്താൻ പറയും. തോണ്ടി അങ്ങനെ പറഞ്ഞ കുട്ടി വിഷമം. അതിന്റെ ഉപദ്രവാണ്. ആ കുട്ടിയെ ഇത്ര പറഞ്ഞ കുട്ടിയെ വേഗം കണക്കുണ്ട്. എങ്ങനെയാണ് അതിനെ പിടിച്ചു കിട്ടി ഓർക്കണം. നെത്തിരി പറഞ്ഞ കുട്ടീനെ കണ്ടെന്ന കാര്യം അതിന്റെ കാര്യങ്ങളത് വേഗം ചെയ്യണമൊക്കെ ഉണ്ട്. ഇത് മണി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കഴിക്കണ്ട. ഇപ്പം കെട്ടിയിട്ട് എനിക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആര് ഇത് തേടി കഴിച്ചോട്ടാ. മുമ്പ് കുടിച്ചോ, കൈ കഴിക്കോ. ഉണ്ണി തീരെ കഴിച്ചിട്ടില്ല. ഇതുകൊണ്ട് കുടിച്ചിട്ട് ഇതുകൊണ്ട് തന്നെ കൊലിക്കുഞ്ഞ വിറ്റത്ത് പോയിട്ട് അച്ഛൻ കൈയായിട്ട് പൂരി അരച്ച ഉണ്ണി പോകുമ്പോ അതിൻ്റെ ഇതിട്ട് പൊക്കോട്ടെ. ബായി പറഞ്ഞിട്ട് പൊക്കോട്ടെ. ബാക്കി ശേഷം നാളെ വരാന്ന് പറഞ്ഞിട്ട് ചെക്കാക്കിക്കോ. ഉണ്ണി പോകുമ്പോ പറഞ്ഞിട്ട് പൊക്കോട്ടെ. നേരെ മാത്രം മതിയാ? ഭക്ഷണത്തില് ഇതല്ലേ പാത്രം? അയ്യോ അതാണ് അതല്ലേ പാത്രം. അച്ഛമ്മക്ക് ചിക്കൻ കറി സംക്രാന്തി സ്പെഷ്യലായിട്ട് നേരെ കൊടുക്കുമ്പോഴേക്കും അച്ഛമ്മ ചിക്കൻ കറി റെഡിയാക്കിയിട്ട് സമയം